സ്പാർക്കിൽ എങ്ങനെയാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നതെന്ന് നോക്കാം. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ആദ്യമായി ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്യുക സ്പാർക്കിൽ. അതിന് നമ്മുടെ പെൻ നമ്പരും നമുക്കുള്ള പാസ്വേഡും ആവശ്യമാണ്. പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഡേറ്റ് ഓഫ് ബർത്തും ഫോൺ നമ്പരും പെൻ നമ്പരും അറിയണം. അപ്രകാരം അത് കൃത്യമായിട്ട് അടിച്ചു കൊടുത്താൽ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ഈ OTP കൃത്യമായി കൊടുത്താൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിനുശേഷം പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കോളം പ്രൊഫൈൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോളത്തിൽ രണ്ടാമതായിട്ടുള്ള മെനുവിലാണ് നമ്മൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് 4 സ്റ്റെപ്പാണുള്ളത്. നമ്മളത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ 4 സ്റ്റെപ്പുകൾ വരും. സ്റ്റെപ്പ് 1-നകത്ത് മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. മിക്ക വിവരങ്ങളും അത് ഡിഫാൾട്ടായിട്ടുണ്ടാവും. ഇല്ലാത്ത വെള്ള കോളങ്ങൾ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മുടെ പേരിൻ്റെ എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ നമ്മുടെ നിയമന അധികാരിയുടെ പേര്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ അവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. പിന്നീട് നമ്മുടെ മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നോ ഓപ്ഷനുണ്ട്. കൊടുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒന്നും ഇല്ലെങ്കിൽ നോ തന്നെ കൊടുത്ത് കൺഫേം ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ മൂന്നാമത്തെയും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ പിന്നെ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ വിവരമാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ വരുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ഷെയറുമായി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്തതിന് ശേഷം റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് എഡിറ്റിംഗ് സാധ്യമല്ല, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്താൽ റിപ്പോർട്ടിൽ നമുക്ക് സൈൻ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ജനുവരി 15 നിലവിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഫൈനൽ ഡേറ്റ്. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. എല്ലാവരും കൃത്യമായി ചെയ്യുക.